പ്രതിസന്ധി ഘട്ടങ്ങളോടുള്ള സമീപനം അനുസരിച്ചായിരിക്കും മുമ്പോട്ടുള്ള ജീവിതം. ഡച്ച് ഭാഷയ്ക്ക് ആദ്യത്തെ ബുക്കർ പ്രൈസ് 2020 നേടിക്കൊടുത്ത നോവലാണ് ദി ഡിസ്കംഫോർട്ട് ഓഫ് ദി ഈവനിങ്. ഡച്ച് എഴുത്തുകാരിയായ മരീക്കെ ലൂക്കാസ് റിജ്നെവെൽഡിൻ്റെ ആദ്യ നോവലായിരുന്നു ഇത്. 2018 ഇത് പ്രസിദ്ധീകരിച്ചത്. അകാലത്തിൽ തൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ട 10 വയസ്സുള്ള ജാസ് എന്ന പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് നോവൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടേത് ഒരു കർഷക കുടുംബമായിരുന്നു. ഒരിക്കൽ ജാസിൻ്റെ പിതാവ് അവൾ ഓമനയോടെ പരിപാലിച്ചിരുന്ന മുയലിനെ കൊല്ലാൻ ആലോചിച്ചപ്പോൾ അവൾ പ്രാർത്ഥിച്ചു അത്രേ, ദൈവമേ, എൻ്റെ മുയലിന് പകരം എൻ്റെ ജ്യേഷ്ഠനെ എടുത്തോളണമേ എന്ന്. അവളുടെ വാക്കുകൾ അറം പറ്റിയതുപോലെ ഒരു ദിവസം വൈകുന്നേരം ഐസ് സ്കേറ്റിങ്ങിന് പോയ അവളുടെ ജ്യേഷ്ഠൻ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു. അതോടെ അവരുടെ ജീവിതം മാറി മറിയുകയാണ്. ഇവിടുന്നങ്ങോട്ട് നോവലിൽ ഉടനീളം കാണുന്നത് ആ കുടുംബത്തിൽ സംഭവിക്കുന്ന ദുരവസ്ഥകളാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മൃഗഹിംസകളുടെയും ലൈംഗികാപചയങ്ങളുടെയും ഒക്കെയുള്ള നിഷേധാത്മക സംഭവങ്ങളിലൂടെ നോവൽ കടന്നു പോകുന്നു. ഒരു കുടുംബത്തിൽ സംഭവിച്ച യാദൃച്ഛികമായ ഒരു മരണം ആ കുടുംബത്തെ പിടിച്ചുലയ്ക്കുന്ന അനുഭവങ്ങളിലൂടെ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നോവലിസ്റ്റിന് ഏതാണ്ട് 3 വയസ്സുള്ളപ്പോൾ അവരുടെ ജ്യേഷ്ഠൻ ഒരു അപകടത്തിൽ മരിക്കുകയുണ്ടായി. ആ ദുഃഖം അവരുടെ കുടുംബത്തെ ഏറെ നാൾ പിടിച്ചുലച്ചു. ആ അനുഭവത്തിൽ നിന്നാണ് ആത്മകഥാംശമുള്ള ഈ നോവൽ പിറക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആഘാതങ്ങൾ 2 തരത്തിൽ നമ്മെ ബാധിക്കാം. ഒന്നുകിൽ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചും പരസ്പരം ആശ്വസിപ്പിച്ചും സ്നേഹിച്ചും ഒറ്റക്കെട്ടായി അവർ മുന്നോട്ടു പോകും. അല്ലെങ്കിൽ അവർ ഓരോരുത്തരും പരസ്പരം കുറ്റപ്പെടുത്തിയും കലഹിച്ചും വെറുത്തും അവരവരുടെ തുരുത്തുകളിൽ ഒറ്റപ്പെട്ട് ക്രമേണ ക്ഷയിച്ചു പോകും. രണ്ടാമത്തെ കാര്യമാണ് നോവലിലെ പ്രമേയം. എല്ലാവരുടെ ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവും. എന്നാൽ അവയോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം.